പുതിയ ഫൗണ്ടേഴ്സ് അവരുടെ ബിസിനസ്സിൻ്റെ ജേണി കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ബ്ലോഗൊക്കെ ആയിട്ട് റിലീസ് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള മുളക് പെട്ടി, ലവ് വിഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ബ്രാൻഡുകൾ അവരുടെ സ്റ്റോറിയിലൊക്കെ മെൻഷൻ ചെയ്തൊരു കാര്യം, ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സപ്ലയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നേരിട്ട കുറേ ചീറ്റിങ്ങും ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെയാണ്. ഈ പുതിയ ഓൺടർപ്രണേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള പിറ്റ്ഫോൾസ് എന്നൊക്കെ ഇതില്ലാതിരിക്കാൻ എന്ത് അഡ്വൈസ് ആയിരിക്കും സാറ് കൊടുക്കുക? എൻ്റെ തുടക്ക സമയത്ത് ഞാൻ ഫേസ് ചെയ്ത, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ക്വാളിറ്റി ഫാബ്രിക് തിരഞ്ഞു പോയിട്ട് കിട്ടാതായിട്ട് ഞാൻ സർപ്ലസ് മാർക്കറ്റിൽ നിന്ന് എക്സ്പോർട്ട് സർപ്ലസ് ഫാബ്രിക് തിരുപ്പൂരിൽ അതെ എടുത്തിട്ടാണ് ഞാൻ ഫസ്റ്റ് തുണി എടുത്തത്. എന്നിട്ട് ഞാനൊരു ഓണത്തിൻ്റെ സമയത്ത് ഞാൻ വളരെ പ്രീ പ്ലാൻഡ് അത് തുടങ്ങിയ സമയത്ത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് ഓൾറെഡി മാർച്ചിൽ ഡിസൈനെല്ലാം അപ്രൂവലായി ഞാനൊരു ഫാക്ടറി, ഒരു മലയാളിയുടെ ഫാക്ടറിയാണ്. അദ്ദേഹത്തിന് ഞാൻ കൊണ്ടുപോയ ക്വാളിറ്റിയുള്ള ഫാബ്രിക്, ഇദ്ദേഹം മലയാളിയും കൂടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കുറവ്. കാരണം നോർമലി ആളുകൾ അന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നത് തമിഴ്നാട്ടിൽ പോകുമ്പോൾ പേടിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ അന്നത്തെ സമയത്ത് ഒരു മലയാളിയുടെ ഫാക്ടറി തന്നെ സെലക്ട് ചെയ്ത് എല്ലാം റെഡിയായി ഫാബ്രിക് ബുക്ക് ചെയ്തു. അങ്ങനെ ഞാൻ കറക്റ്റ് ആ ഡേറ്റിന് ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹമില്ല, ഇദ്ദേഹത്തിൻ്റെ ഫാക്ടറി ഇല്ല, അതെല്ലാം അടച്ചു പൂട്ടി. ഫാക്ടറി ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ആ ആളുടെ ഫോണും ഇല്ല, പുള്ളി അബ്സ്കോണ്ടിങ്.